ഫിലഡെൻഡ്രോൻ്റെ ഇലകൾക്കൊക്കെ നല്ല വലിപ്പം വെച്ച് അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. ഇവിടെ ഇപ്പം ബോൾസ്യം തട്ടി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. എല്ലാ ചട്ടിലും ഞാൻ ബോൾസ്യത്തിൻ്റെ വിത്ത് പാകിയിട്ടുണ്ട്. എല്ലാത്തിലും നന്നായിട്ട് പിടിച്ചു വരുന്നതുകൊണ്ട് എല്ലാം ഇനി റീപോർട്ട് ചെയ്യണം. എന്നാലും ഞാൻ കാണിച്ചായിരുന്നല്ലോ കുറച്ച് റീപോർട്ട് ചെയ്തത്. നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റൊക്കെ നന്നായിട്ട് പഴുത്തേ. മഴ കാരണമാണ് ഇങ്ങനെ പഴുത്തു പോയതെന്ന്. എനിക്ക് കണ്ടപ്പോൾ നല്ല വിഷമം വന്നു. ഇതിനി അങ്ങ് ടെറസിലെടുത്ത് വെക്കണം. ചീതാനം അടിച്ചാണ് ഇതിങ്ങനെ ആയിപ്പോയത്. എന്തായാലും പെട്ടെന്ന് തന്നെ എടുത്ത് വെക്കണം. ഇന്ന് തന്നെ എടുത്ത് വെക്കണം. നമ്മുടെ നിശാഗന്ധിയിൽ പുതിയ ഇലകളും മുട്ടുകളും വരുന്നുണ്ട്. എല്ലാം വൃത്തിയായിട്ട് അനക്കാതൊരിടത്ത് സൂക്ഷിച്ചു വെക്കണം. അന്ന് ഞാൻ കാണിച്ചില്ലായിരുന്നു മുട്ട് തൊട്ടപ്പോഴത്തേക്ക് അങ്ങ് പൊഴിഞ്ഞു പോയത്. ഈ വട്ടം 3-4 മുട്ടുകളുണ്ട്. ടെറസിലിരിക്കുമായിരുന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ താഴെ എടുത്ത് വെച്ചിട്ട്. നമ്മുടെ കാക്കപ്പൂ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ നട്ട ചെടി ഇങ്ങനെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സന്തോഷവും സമാധാനവുമാണ് നമുക്ക് കിട്ടുന്നത്. ഈ കല്ലുരുക്കിക്ക് അധികം മഴ വേണ്ടെന്നാണ് തോന്നുന്നത്. അല്ലേ ചെയ്യുന്നുണ്ട്. സൈഡിലോട്ട് ഞാൻ കണ്ടപ്പോഴത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സൊക്കെ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. കുറച്ച് ടെറസിലും വെച്ചിട്ടുണ്ട്. പൂക്കൾ ഏതൊക്കെ കളറിലാണെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. അപ്പോൾ ശരി, പിന്നെ കാണാം.